നിതീഷ് കുമാർ തന്നെ ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച നേതാവാണ്. അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് ഇന്ത്യയുടെ തന്നെ ഒരു നേതാവായി ഉയർന്നു വരുവാനുള്ള അവസരം ഉണ്ട് എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി തന്നെ ഉണ്ടായത്. പക്ഷെ അവിടെ എന്താണ് സംഭവിച്ചത്? ആ ഒരു ഇന്ത്യ മുന്നണിയിലുള്ള പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് തീർത്തും ഒരു വിശാല കാഴ്ചപ്പാട് ഇല്ലാതെ തങ്ങളുടെ പ്രാധാന്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നിതീഷ് കുമാറിന് അർഹിക്കുന്ന പരിഗണന അവിടെ കൊടുത്തില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ത്യ മുന്നണി വിട്ട് തിരിച്ച് വീണ്ടും NDAയിലേക്ക് തന്നെ വരേണ്ടി വന്നത്. ഇനി നമ്മൾ കോൺഗ്രസിന്റെ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും വലിയ അവരുടെ പരാജയം മറ്റു നേതാക്കളെ വളർത്തിക്കൊണ്ടുവരുവാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളിടത്താണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് നമുക്കറിയാം തലമുതിർന്ന മിക്ക നേതാക്കളും അവരെല്ലാം കോൺഗ്രസിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. പക്ഷേ കോൺഗ്രസ് ഇന്ന് വെറും ഒരു കുടുംബത്തിന്റെ പാർട്ടിയായി അധപ്പതിക്കുമ്പോൾ, മറ്റ് നേതാക്കൾക്ക് യാതൊരു സ്പേസും ഇല്ലാതെയായി മാറുമ്പോൾ അവർ ആ പാർട്ടി വിട്ടുപോകുന്നു. കോൺഗ്രസ് രൂപീകരിക്കുന്ന മുന്നണിയിൽ പോലും ഇന്ന് അവർ പൂർണ്ണ സഹകരണത്തോടുകൂടി പ്രവർത്തിക്കുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രകടനം നമുക്കൊന്ന് വിലയിരുത്താം. 2 അക്ക സംഖ്യ പോലും നേടിയെടുക്കുവാൻ പറ്റാത്ത, നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരം നയിച്ചു, ഇന്ത്യ എന്ന ആശയം തന്നെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്ക് ഇന്ന് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ഒരു സംസ്ഥാനങ്ങളിൽ ഒന്നായ ബീഹാറിൽ 2 അക്ക സംഖ്യ പോലും നേടിയെടുക്കുവാൻ സാധിക്കുന്നില്ല. ഇപ്പോഴും അവർ പറയുന്നത് വോട്ട് ചോരിയാണ് എന്നുണ്ടെങ്കിൽ അവർ വോട്ട് ചോരിയെക്കുറിച്ചല്ല, വോട്ട് ചോർച്ചയെക്കുറിച്ചാണ് അവർ സംസാരിക്കേണ്ടത്. എങ്ങനെയാണ് തങ്ങളുടെ വോട്ടുകൾ ഇങ്ങനെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അവരുടെ വോട്ട് ശതമാനമായാലും സീറ്റുകളായാലും അവരെ പിന്തുണയ്ക്കുന്ന ജനങ്ങളുടെ എണ്ണത്തിലായാലും ഇത്രമാത്രം കുറവ് വരുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു ആത്മവിമർശനം നടത്തുവാനുള്ള ഒരു അവസരമായി ഈ വൈകിയ വേളയിലെങ്കിലും അവർ അതിന് തയ്യാറാകണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലായാലും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലായാലും ഒരുപാട് ചെറിയ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒരുമിച്ച് മുന്നോട്ട് വന്ന് അത് പരിഹരിക്കുക തന്നെയാണ് വേണ്ടത്. BJPയും അതിൽ എപ്പോഴും മുൻപന്തിയിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഊതി വീർപ്പിച്ചുകൊണ്ട് അതുകാരണമാണ് ഞങ്ങൾ തോൽക്കുന്നത്. ജനാധിപത്യം അപകടത്തിലാണ്. ഒരു ചെറിയ തെരഞ്ഞെടുപ്പ് പ്രശ്നം പോലും അവർ അധികാരത്തിലില്ലാത്തടത്തോളം പോലും BJP തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പിൽ വച്ചിട്ടില്ല. ഒരു ഉദാഹരണം പോലുമില്ല. അതെ, ഇത് ഞാൻ വളരെ കൃത്യമായി ഖണ്ഡിച്ചതാണ്. നമുക്ക് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലായാലും മറ്റു തെരഞ്ഞെടുപ്പ് റാലികളിലുള്ള നേതാക്കളുടെ പ്രസംഗത്തിനെ കുറിച്ചായാലും എല്ലാം നമുക്ക് പരാതികൾ ഉണ്ടായിട്ടുണ്ട്, അത് സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും എക്സാക്ട് ഡേറ്റ, ഓരോ കേസിലും എന്ത് സംഭവിച്ചു എന്നുള്ള രീതിയിൽ ഇന്ന് വിശദമായി ഇവിടെ പറയുവാൻ എൻ്റെ കയ്യിൽ ഡേറ്റ ഇല്ല എന്ന് ഞാൻ സമ്മതിക്കുകയാണ്. പക്ഷേ ഇനി നാളെ അതിനെക്കുറിച്ചൊരു ചർച്ച വയ്ക്കുകയാണെങ്കിൽ ഞാൻ പഠിച്ചിട്ട് വന്നത് ഇവിടെ പ്രസന്റ് ചെയ്യുവാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് ജയിക്കാൻ കശ്മീരിൽ നിന്നായാലും ആളുകളെ കൊണ്ടുവന്ന് ഞങ്ങൾ വോട്ട് ചെയ്യും എന്ന് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞതാണ്. അത് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ എടുത്ത് ചൂണ്ടിക്കാട്ടിയതാണ്. ഇപ്പോൾ ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് തന്നെ നോക്കുക. BJP നേതാക്കന്മാർ ഹരിയാനയിൽ വോട്ട് ചെയ്യുന്നു, അവർ തന്നെ ഡൽഹിയിൽ വോട്ട് ചെയ്യുന്നു, അവർ വന്ന് ബീഹാറിൽ വോട്ട് ചെയ്യുന്നു. ഇതൊക്കെ അലൗഡ് ആണോ? ഇതൊക്കെ സാധാരണയാണോ? BJPക്ക് അതിൽ പരാതിയൊന്നുമില്ലേ? അതെ, ഇവിടെയാണ് രാഹുൽ ഗാന്ധി ആ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്ത് സംപ്രേഷണം ചെയ്തു തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള ഒരു തെറ്റാണ്. കാരണം നമ്മുടെ BJP നേതാവ് പറഞ്ഞത് കാശ്മീരിൽ നിന്നും ഒരാൾ ഇവിടെ വന്ന് 1 വർഷം താമസിച്ച് ഇവിടെ വോട്ട് ചെയ്യും എന്നാണ്. അത് വളരെ സുതാര്യവും വളരെ കൃത്യവുമായ ഒരു നിലപാടാണ്. എത്രയോ ആളുകൾ അങ്ങനെ മറ്റു സംസ്ഥാനങ്ങളിൽ താമസിച്ച് വോട്ടവകാശം നേടിയെടുത്ത് തങ്ങൾക്ക് വേണ്ട സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു. അപ്പൊ ഇതാണ് കുഴപ്പം. രാഹുൽ ഗാന്ധി പറഞ്ഞ ആ ഒരു പ്രസന്റേഷൻ പോലും ഡൽഹിയിൽ കോളേജ് പ്രൊഫസറായ ഹരിയാനയിൽ വോട്ട് ചെയ്ത അദ്ദേഹം മുമ്പ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരുന്നു. അദ്ദേഹം ബീഹാറിൽ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? 3 വർഷത്തിനിടയ്ക്കാണ് 3 തെരഞ്ഞെടുപ്പാണത്. അപ്പോൾ ഈ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം 1 വർഷം അവിടെ പോയി താമസിച്ചിട്ടുണ്ടോ അയാൾ വീണ്ടും ഹരിയാനയിൽ പോയി താമസിക്കുന്നു, പിന്നെ ബീഹാറിൽ പോയി താമസിക്കുന്നു, പിന്നെ ഡൽഹിയിൽ പോയി താമസിക്കുന്നു. അങ്ങനെയാണോ? അത് സാധ്യമാണോ എന്നാണ് ചോദ്യം. മനുഷ്യ സാധ്യമാണോ? അതെ, അപ്പൊ അവിടെയാണ് ഞാൻ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞത്,
ക്രമക്കേടുകൾ ഒരുപാട് ഉണ്ടാകാം, അത് ഊതിപ്പെരിപ്പിക്കാം. അത് നമ്മുടെ അവകാശമാണ്, നമ്മുടെ സ്വാതന്ത്ര്യമാണ്. താങ്കൾക്ക് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കാം. ഞാൻ പറയുന്നത് വോട്ട് എടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി ബൂത്ത് പിടിക്കലും നമ്മുടെ തന്നെ പേപ്പർ വോട്ടിങ്ങിൽ നമ്മുടെ തന്നെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കുത്തിയിട്ട് അത് ബാലറ്റ് ബോക്സിലേക്ക് തള്ളി അതുവഴി ജയിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് നിന്നും ഇന്ന് നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ആരും അതിനോട് തർക്കിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളതാണ്. മറ്റു പല മേഖലകളിലും എന്ന പോലെ ഇന്ത്യക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ കാര്യത്തിലും ഇനിയും ഒരുപാട് മുന്നോട്ട് പോകുവാനുണ്ട്. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അതും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ 100% പെർഫെക്റ്റ് ആകാതെ നമ്മൾ ഒരു തോൽവിയും അംഗീകരിക്കില്ല. നമ്മുടെ തോൽവികളെല്ലാം നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലയിൽ കെട്ടിവെക്കും എന്നൊക്കെയുള്ള വളരെ മുട്ടാപ്പോക്ക് നയങ്ങളുമായി മുന്നോട്ട് വരികയാണെങ്കിൽ അത് അത്തരം പാർട്ടികളുടെ ഭാവിയാണ് ഇരുളടഞ്ഞതാക്കുന്നത് എന്നാണ് എനിക്കിവിടെ എടുത്തു പറയുവാനുള്ളത്. കാരണം ആരും പെർഫെക്റ്റ് ആണ് എന്നിവിടെ അവകാശപ്പെടുന്നില്ല. പെർഫെക്ഷൻ അതിൻ്റെതായ തന്നെ ഒരു കോസ്റ്റ് പോലും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിലേക്ക് നമുക്ക് വളരെയധികം കാലമെടുത്ത് ഒരുപാട് എഫേർട്ട് എടുത്ത് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതുപോലുള്ള ഇംപെർഫെക്ഷൻസ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആ ഇംപെർഫെക്ഷൻസ് എന്തോ വലിയ ഗൂഢാലോചനയും അട്ടിമറിയും ആണ് ഈ ഒരു പ്രക്രിയയിൽ നടക്കുന്നത് എന്നുള്ള രീതിയിൽ ഉള്ള ഇല്ലാക്കഥകൾ മെനഞ്ഞെടുക്കുന്നതിലൂടെ ജനങ്ങളുടെ വിശ്വാസ്യതയാണ് ഇവിടെ നഷ്ടപ്പെടുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്ന് NDA മുന്നണി ബീഹാറിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ജയിച്ചിരിക്കുന്നത്. അത്തരം ജനങ്ങളുടെ ആ ഒരു സ്വയം ഭരണാവകാശത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ, അവർ വിനിയോഗിച്ച വോട്ടവകാശത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇത് അട്ടിമറിയാണെന്നൊക്കെ പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് മാത്രമല്ല, അതുകൊണ്ട് ആർക്കും യാതൊരു ഗുണവുമില്ല. അത്തരത്തിലുള്ള വാദമുഖങ്ങൾ ഉന്നയിക്കുന്ന പാർട്ടിയായാലും അത് ഏതെങ്കിലും ഒരു ബയാസ്ഡ് ആയിട്ടുള്ള ഒരു നരേറ്റീവിന്റെ ഭാഗമായിട്ടാണെങ്കിലും അത് ശരിയല്ല എന്നാണ് എനിക്ക് പറഞ്ഞു വയ്ക്കാനുള്ളത്. ശ്രീ സന്തോഷ് കുമാർ.